ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആക്ച്വലി ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനൊരു 5:40 ആയപ്പോഴാട്ടോ എഴുന്നേറ്റത്. അപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അയൽപ്പക്കത്തൊക്കെ ആരൊക്കെയോ എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ലൈറ്റ് കാണാം. പിന്നെ നേരെ ഇപ്പോൾ നന്നായിട്ട് വെളുത്തു. 6:55 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്ക് 7 മണിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ട്യൂഷൻ പിള്ളേർ വരും. അപ്പോൾ സാധാരണയായിട്ട് 3 പേരാണ് രാവിലെ എടുക്കുന്നത്. 3 പേർക്കാണ് ഞാൻ എടുക്കുന്നത് രാവിലെ. പിന്നെ 3 പേര് വൈകിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് 2 പേര് ആബ്സെൻ്റ് ആണ്, ഓണമൊക്കെ ആയിട്ട്, വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ഉമ്മ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ട്യൂഷൻ സോഷ്യൽ സയൻസ് ആണോ എടുത്തത്. 6ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ മലയാളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മണിക്ക് കഴിയും. അപ്പോൾ അമ്മ പോയതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരുന്നു. സാധാരണയായിട്ട് ട്യൂഷൻ കഴിഞ്ഞാൽ ഒരു ആനേനെ കഴിക്കാനുള്ള വിശപ്പുണ്ടായിരിക്കും. കാരണം ട്യൂഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാനൊന്നും കഴിക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണ്, ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റത്ത് നിന്ന് ഒരുപാട് ജോലി കിടക്കുന്നുണ്ട്. ഇതാണ് മുറ്റത്തിൻ്റെ അവസ്ഥ. ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിപ്പോൾ ഇപ്രാവശ്യത്തെ മഴ കാരണമാട്ടോ ഇങ്ങനെ. മഴയെ കുറ്റം പറയല്ല, പക്ഷേ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ കുറേ വിറകുമുണ്ട്. ഇത് മഴ കാരണം നനഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതായി പോയതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനാണ് വൃത്തിയാക്കാൻ വേണ്ടി വിചാരിച്ചത്. ഇതെല്ലാം ഇന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് നമുക്ക് രാവിലെ ചെയ്തിട്ട് കുറച്ച് വൈകിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത് ടട്ടിൽ വൈനാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ കളകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ചെടി നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഹാങ് ചെയ്തിടുന്നതാണ്. ഇതിൻ്റെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിതിൻ്റെ ഒരു കഷ്ണം കിട്ടിയത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് മനസ്സിലായി, ഇത് അങ്ങനെയൊന്നും വിട്ടുപോകുന്ന ആളല്ല. കാരണം ആ പോർഷൻ മുഴുവൻ അത് പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. അതായത് നമ്മൾ ഓൾറെഡി ഇത് വേറെ വളർത്തുന്നുണ്ട്. പിന്നെ ഇത് നിലത്തൊക്കെ ഇങ്ങനെ കളയായി പടർന്ന് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ പിഴുത് കളയേണ്ടി വരും. കുറച്ച് നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ച്. ബാക്കി കളയേണ്ടി വരും എന്തായാലും. അപ്പം ഞാൻ ഓരോന്നായിട്ട് പിഴുത് കളയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് പിഴുത് കളയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പക്ഷേ നമുക്കിത് കാട് മൂടി കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടേക്കായിട്ട് ഭയങ്കരമായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ നോക്കൂ. ഇതിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഈ പോട്ടിൽ നിന്ന് അതിൽ ഇങ്ങനെ ഓരോരോ പീസ് നിലത്തോട്ട് വീഴുമ്പോൾ അതവിടെ പടർന്ന് കയറുകയാണ് ചെയ്യുന്നത്. അത് നിലത്ത് പടർന്ന് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് ഇത് നമ്മൾ പിഴുത് കളയുന്നത്. അങ്ങനെ അവിടം വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ വൃത്തിയാക്കിയ ഒരു പോർഷൻ. നന്നായിട്ട് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ പിഴുതെടുത്ത കുറച്ച് ഈ ബക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റാൻ വേണ്ടി വെച്ചതാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അത് ഇന്നത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കോളും. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു ചെടി കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഇതുപോലെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ചെറിയ ചെടിയാണ്, പക്ഷേ നന്നായിട്ട് പൂക്കുന്ന ചെടിയാണ്. പൂച്ചവാലെന്നാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പറയുക. പൂച്ചയുടെ വാല് പോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിന്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു. ഇന്ന് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കാനാണ്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുമ്പ് വരാനാണ് പറഞ്ഞത്. എന്നാൽ രാവിലെ ആകാനും പാടില്ല. അങ്ങനെ ഒരു സമയം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ബസ്സിനും കൂടെ ടൈം നോക്കിയിട്ട് ആ ഒരു സമയത്താണ് ഇറങ്ങുന്നത്. 12 മണിക്കാണ് ഇവിടുന്ന് ബസ് ഉള്ളത്. അപ്പോൾ ആ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഷോപ്പിലോട്ട് പോകാനുണ്ട്. ഞാൻ ഇത് വാങ്ങിക്കാനായിട്ടും ഇറങ്ങി. ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഇത് എൻ്റെ നാടാണ് കേട്ടോ ഇതൊക്കെ. ഇവിടുത്തെ കുറേ വാഴത്തോപ്പൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. താഴത്തൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ഞങ്ങളുടെ ഷോപ്പിലോട്ട് പോയി. ഇത് എയർപോർട്ട് റോഡാണ് കേട്ടോ. അങ്ങോട്ടേക്ക് എയർപോർട്ടാണ്. അപ്പോൾ ഞാൻ ഷോപ്പിലെത്തിയ സ്ഥിതിക്ക് അമ്മ എനിക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നു. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ചമ്മന്തി ഉണ്ടല്ലോ, അതിൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി എനിക്ക് 5 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തണമായിരുന്നു. ട്യൂഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് ബസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരിടത്ത് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ചെയ്തത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് വീട്ടിലോട്ടുണ്ട്. അപ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ ഇതൊക്കെ എൻ്റെ നാടാണ്. ഇവിടെ നിറയെ പാടും പിന്നെ നല്ല തോടും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. മഴക്കാലത്ത് ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് നിറയെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. മഞ്ഞ പൂവാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്രാവശ്യം കുറവാണ്. സാധാരണയായിട്ട് നിറഞ്ഞു നിൽക്കുമായിരിക്കും. നല്ല ഭംഗിയുണ്ടായിരിക്കും ഈ പൂ കാണാൻ. എനിക്കിതുവഴി നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഭംഗിയാണ് ഇവിടം.
ആദ്യമൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുവഴി പോകുമ്പോൾ അന്നൊന്നും ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത റോഡല്ല, മണ്ണ് നിറഞ്ഞ റോഡായിരുന്നു, അതായത് ടാറൊന്നും ഇടാത്ത റോഡ്. അപ്പോൾ അന്നൊക്കെ ഈ പാടവും തോടും ഒക്കെ ഒന്നാകും, മഴക്കാലത്ത് നിറയെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടുത്ത് കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ പോകുന്നത് കാണാമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത് ഉയർത്തി കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ് ഈ റോഡ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വീടുകൾ വന്നു. ആദ്യമൊന്നും ഇങ്ങനെ വീടുകളൊന്നും ഇല്ലായിരുന്നു, കുറച്ചുകൂടെ അങ്ങോട്ട് പോകണമായിരുന്നു വീടുകളൊക്കെ കാണാനായിട്ട്. ഇതിലൂടെ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സ് മിസ് ചെയ്യും, കാരണം അന്ന് നമ്മൾ എന്നും പോകുന്ന വഴിയാണല്ലോ. ഇപ്പം നമ്മൾ വല്ലപ്പോഴും അല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിങ്ങനെ ഓർക്കും ആ കാര്യങ്ങളൊക്കെ, അന്ന് പോയതും എല്ലാം ഞാൻ ഓർക്കും. ഈ ഒരു ചെടി കണ്ടോ, ഇതിന് കൈത ചെടി എന്നാണ് പറയുക തോന്നുന്നു. ഇത് ഈ കാറ്റിൽ ഇതിൻ്റെ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. എനിക്കത് കേൾക്കുമ്പോൾ പേടിയാട്ടോ, പക്ഷേ നല്ല മൂർച്ചയുള്ള ഇലകളാണ് ഇതിന്, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞാൻ നടന്ന് ഈ ഒരു പാടത്തിൻ്റെ ഈ ഒരു ഭാഗം കഴിയാറായിട്ടോ. ഇവിടെയൊക്കെ വേനൽക്കാലം ആകുമ്പോൾ, ഈ ഒരു ഭാഗത്ത് വേനൽക്കാലം ആകുമ്പോൾ പയർ കൃഷി നടത്താറുണ്ട് കേട്ടോ. പയർ നന്നായിട്ട് കൃഷി ചെയ്ത് പയർ ഭയങ്കരമായിട്ട് വിളഞ്ഞ് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇപ്പോൾ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ നെല്ലും ഉണ്ട്, അതായത് കൃഷി ചെയ്തതല്ല, ഇങ്ങനെ കളയായിട്ട് എന്ന് പറഞ്ഞ പോലെ ആദ്യം കൃഷി ചെയ്തതിൻ്റെ വിത്ത് വീണിട്ടോ അങ്ങനെ എങ്ങനെയോ മുളച്ചതാണത്. ഞാൻ വീട്ടിലെത്തി, ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാൾക്ക് മാത്സ് ആണ് എടുത്തത്, ഇന്ന് ഒരാൾ ലീവാണ്, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇംഗ്ലീഷാണ് എടുത്തത്. നല്ല രസമാണ് കേട്ടോ ട്യൂഷൻ എടുക്കുന്ന സമയത്ത്, കാരണം ചെറിയ പിള്ളേരാണ്. അപ്പോൾ അവരുടെ സ്കൂളിലുള്ള ഓരോ പൊട്ടും പൊടിയും എന്നോട് വന്നിട്ട് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.